LDF അനുഭാവികൾ ആവേശപൂർവ്വം ഏറ്റെടുത്ത മുദ്രാവാക്യമാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് വേളയിൽ പലയിടങ്ങളിൽ പല അനുഭാവികൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ ഒരു അപായ സൂചന കൃത്യമായിട്ടും പലരും നൽകിയതാണ്. ഈ മുദ്രാവാക്യം വലിയ അപകടമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അതിൻ്റെ മുഖമുദ്ര തന്നെ, ഈ മുദ്രാവാക്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഞങ്ങൾ ഫാസിസത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. മറ്റ് പാർട്ടികളോട് യാതൊരു തരത്തിലുള്ള ബഹുമാന സൂചകവും ഇല്ലാത്ത മുദ്രാവാക്യം, അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുദ്രാവാക്യം. തോൽവിക്ക് ശേഷം ഇപ്പം പി രാജീവ് തന്നെ അത് സമ്മതിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പം പി രാജീവിനെ പോലുള്ള ഒരു മുതിർന്ന CPM നേതാവ് പോലും സമ്മതിച്ചിരിക്കുന്നു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ CPM LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം ശരിയായില്ല. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. എന്ത് ബോധമാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചത്? രണ്ട് കാര്യങ്ങളുണ്ട്. എന്നെ രക്ഷിക്കാൻ, അല്ലെ നിൻ്റെ രക്ഷ എന്നിലാണ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രവാചകരും മതപണ്ഡിതന്മാരുമാണ്. കാരണം ദൈവത്തിന് തുല്യമായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. അള്ളാഹുവിനെ പറ്റി പറയുന്നില്ല. അള്ളാഹു ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ജീവിച്ചുള്ളൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, യേശുക്രിസ്തു കൂടെ ഉണ്ട് ഞാൻ. അപ്പോൾ പിണറായി വിജയനെ CPMൻ്റെ അണികൾ അള്ളാഹു ആകാനും യേശുക്രിസ്തു ആകാനും ശ്രീകൃഷ്ണനാകാനും നിർബന്ധിച്ചെങ്കിൽ, അല്ലെ പ്രചരിപ്പിച്ചെങ്കിൽ, ഉറപ്പായിട്ടും ഒരു സാത്വിക മനസ്സുള്ള മതപരമായി ചിന്തിക്കുന്നവർ ആ മുദ്രാവാക്യം ഇഷ്ടപ്പെടുകയില്ല. ശരിയാണ്. അവിടെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ എന്നുള്ളതാണ്. LDF ഉണ്ട്, LDF നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിൽ ശരിയില്ല. അത് അല്ലാതെ, അതായത് ഞങ്ങള് മാത്രമാണ് ശരി, ബാക്കി എല്ലാം മണ്ടത്തരമാണ് എന്നുള്ള, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മതബോധം സെമിറ്റിക് മതത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മതബോധം തുളുമ്പുന്ന ഒരു മുദ്രാവാക്യമാണത്. അത് അതിൻ്റെതായ പ്രത്യാഘാതം മറ്റു മതങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു മതത്തിലും ആ മതത്തിലുണ്ടാക്കും. ഇതേ രീതി തന്നെയാണ് മതങ്ങൾ പിന്തുടരുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും അപകർഷതാബോധം കാണും. ആ അപകർഷതാബോധം മറയ്ക്കാനാണ് പലപ്പോഴും സുപ്പീരിയോറിറ്റി കാണിക്കുന്നത്. ഇതിന് സതീശൻ്റെ ഒരു ടേം ഉണ്ടായിരുന്നു ഇതിന് പാരലായിട്ട്, ടീം UDF. ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് ടീം UDF ഉണ്ട് എന്ന് പറയുന്നതും ശരിക്കും ട്രാൻസ്ലേഷൻ വന്നാൽ ശരിയാണ്. പക്ഷേ ആ പ്രയോഗം ജനങ്ങൾ ഏറ്റെടുത്തു, ടീം UDF. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഇരിക്കാൻ വരാം. അപ്പോഴാണ് ഒരുപക്ഷെ മിക്കവാറും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബ്രിട്ടാസിൻ്റെ തൂലികയിൽ നിന്നും വന്ന മുദ്രാവാക്യം എന്ന് പറയുന്നുണ്ട്. ചിലർ നികേഷിൻ്റെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ആ മുദ്രാവാക്യം ആരേറ്റെടുത്തു? പിണറായി വിജയൻ എന്ന് പറഞ്ഞ മണ്ടൻ ആ മുദ്രാവാക്യത്തിൻ്റെ മുകളിൽ പോയി നിന്ന് ഞാനാണ് എന്നൊക്കെ പടവും കൂടെ വെച്ച് കൊടുത്തു. പിണറായി വിജയൻ്റെ പടവും ഈ മുദ്രാവാക്യം കൂടെ ചേരുമ്പം ചീത്തപ്പേര് കൂടെ ആർക്ക് കിട്ടി? ചീത്തപ്പേര് മുഴുവൻ പിണറായി കിട്ടി. അഹങ്കാരത്തിൻ്റെ പ്രതീകമായി നമ്മൾ കണ്ടിരുന്ന പിണറായി ഒന്നുകൂടെ പിണറായി തന്നെ അസർട്ട് ചെയ്യുകയാണ്. ആരുണ്ട്? ഞാനുണ്ട്. ഞാൻ ആരാ? ഞാൻ ദൈവമാണോ? അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ആരുണ്ട്? ഞാനുണ്ട് എന്നുള്ള ഉത്തരമാണ് പിണറായി പറയുന്നത്. ഞാനുണ്ട് എന്നുള്ളതല്ല, ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനുണ്ട് എന്നുള്ളത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് അപകടം. മറ്റാർക്കും സാധിക്കില്ല, എന്നെ കൊണ്ട് മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെ നിങ്ങൾക്ക് കിട്ടി തരാൻ സാധിക്കുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പി രാജീവ് ഇത് പറയണമെങ്കിൽ ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ചു, CPMൽ നീർക്കോലികളും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. നീർക്കോലികൾ മാത്രം ഉണ്ടായിരുന്നല്ലോ അവിടെ. അവർ വരെ ആർക്കെതിരായിട്ട് തലപൊക്കി തുടങ്ങി? പിണറായി വിജയനെതിരായിട്ട് തലപൊക്കി തുടങ്ങി. പിണറായി വിജയനെതിരായി വിമർശിക്കാനായിട്ട് പി രാജീവ് ധൈര്യം കാണിച്ചിട്ട് 2 ദിവസം മുമ്പാണ് പി രാജീവ് കടന്നിടത്ത് കിടന്ന് മുള്ളിപ്പോയത്, പെടുത്തുപോയത്. ഇന്നങ്ങനെ പറയാൻ എങ്ങനെയൊക്കെ ധൈര്യം കിട്ടിയത്? പി രാജീവിന് ധൈര്യം കിട്ടിയ ജനങ്ങളുണ്ട് കൂടെ എന്ന് മനസ്സിലായതുകൊണ്ട്. ആരായിരുന്നു പി രാജീവ്? മന്ത്രിസഭയിൽ ആരായിരുന്നു? ഒന്നാമത് പിണറായി, രണ്ടാമത് റിയാസ്, മൂന്നാമതോ നാലാമതോ അല്ലെങ്കിൽ രാജേഷും രാജീവൊക്കെ ആയിരുന്നു അടുത്ത സ്ഥാനത്ത് വരുന്നവർ. അല്ലെങ്കിൽ പിണറായി ഏതെങ്കിലും കാരണവശാൽ മാറ്റേണ്ടി വന്നാൽ റിയാസിനാകാൻ പറ്റുന്നെങ്കിൽ ഓൾട്ടർനേറ്റീവ് ചോയ്സ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരുന്നു? രാജീവായിരുന്നു. ആ രാജീവും പക്ഷെ നീർക്കോലിയായിരുന്നു. രാജീവും തലപൊക്കി. ഇനി അങ്ങനെ പല നീർക്കോലികളും തലപൊക്കും. ഇതിനിടയ്ക്ക് പാരലായിട്ട് രാജീവ് ഇത് പറയുമ്പോൾ മറിച്ച് വേറെ ചില സംഭവങ്ങൾ CPMൽ ഉണ്ടാകുന്നുണ്ട്. കാരണം CPMൻ്റെ തകർച്ച, അതിൻ്റെ ചിഹ്നമാണ് രാജീവ് ഇപ്പോൾ പറഞ്ഞത്. CPMൽ നിന്നും ആരും അറിയാം നിശബ്ദ വിപ്ലവം നടന്നു. അതായത് നമ്മുടെ സർജറി എല്ലാം നടന്നിരിക്കുന്ന കീ ഹോൾ സർജറി, നിശബ്ദ വിപ്ലവം നടന്നു. എന്താ അത്? CPMലെ പല മുതിർന്ന നേതാക്കളും, സുധാകരന്, കുഞ്ഞികൃഷ്ണന്,
ഗോവിന്ദന്, ഐഷാപോറ്റി അങ്ങനെയുള്ളവരെല്ലാം പതുക്കെ നടയിറങ്ങുന്നതാണ് കാണുന്നത്. രാജീവ് നോക്കുമ്പം ഒറ്റയ്ക്ക് ഒരു തുഴുത്തിലകപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? മുഖ്യധാര കമ്മ്യൂണിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യധാര കേഡേഴ്സ് എന്ന് പറയുന്നത് മറുവശത്തൂടെ പുറത്തേക്ക് പോവുകയാണ്. അത് കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്, RSPയിലേക്ക് പോകുന്നുണ്ട്, സ്വതന്ത്രരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം രാജീവും രാജേഷും ഒക്കെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാണ്. ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തിയാടണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ രണ്ടാമത്, പുതിയതായിട്ടൊരു അജണ്ട വയ്ക്കാൻ ഇവർക്കില്ല. പിണറായിക്കുമില്ല, രാജീവിനുമില്ല. എന്താ ഇവർക്ക് പറയാനുള്ളത്? സതീശൻ പോരാ, 1 മാസം പോലും ആയിട്ടില്ല അധികാരത്തിൽ. സതീശൻ പോരാ എന്ന് പറയുന്ന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് സതീശൻ്റെ ഭാഗത്ത് നടത്തി വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല. ഇവർക്ക് പറയാൻ സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവർക്കാകെ ചെയ്യാൻ പറ്റുന്നത് പരസ്പരം തമ്മിത്തരിക എന്നുള്ളതാണ്. പിണറായി വിജയൻ വിചാരിച്ചാൽ ഇനി തങ്ങളെ ജയിപ്പിക്കാനോ MLA ആക്കാനോ മന്ത്രിയാക്കാനോ സാധ്യമല്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞ് ആ സെക്കൻഡ് വന്നു. ഇലക്ഷൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ വന്നു. അപ്പോൾ തന്നെ മാറ്റം തുടങ്ങേണ്ടതായിരുന്നു. വീണ്ടും അസംബ്ലി തിരഞ്ഞെടുപ്പ് അത് ഒന്നുകൂടി ആവർത്തിച്ചു. രാജീവിന് ഇനിയും മന്ത്രിയാകണമെന്നേ, പറ്റുമെങ്കിൽ ഇനിയും മുഖ്യമന്ത്രിയാകണം. ഇങ്ങനെ പല ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുക. ഇതൊന്നും സാധിക്കണേ പിണറായി വിജയൻ്റെ കുടക്കീഴിൽ നിന്നാൽ ഇത് സാധിക്കുകയില്ല. പകരം മറ്റേ ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. പാർട്ടിക്കകത്ത് നിന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തുമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല, തുടങ്ങുമെന്ന് അറിയത്തില്ല. പാർട്ടിക്കകത്ത് വേറെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുകയും പിണറായി വിജയനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഒരു പക്ഷേ ഇവർ കുഞ്ഞുകൃഷ്ണനെയും ചേർക്കാനും ചാൻസ് ഉണ്ട്. അല്ല, ഇത്തരത്തിൽ ഈ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ ശരിയല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു മുദ്രാവാക്യം സെലക്ട് ചെയ്യുമ്പോൾ അതും ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രാജീവ് എന്ന് പറയാൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗിലും ഈ ബോർഡുണ്ട്, ഈ ഫ്ലെക്സ് ഉണ്ടാവും, കണ്ടത് കണ്ണില്ലായിരുന്നു. അല്ല, അന്നേരം ഈ രാജീവ് എതിർപ്പ് അറിയിച്ചില്ല. അതിന്റെ മുമ്പിൽ പോയി കൈകൊണ്ട് നിന്നു. ആ ബോർഡും പ്രസിഡന്റും ചോട്ട് ഇന്നലെ പ്രസംഗിക്കുന്നത്. ഈ പിണറായി നോക്കി കളമശ്ശേരിയിലടക്കം 8 നിലയിലാണ് പി രാജീവ് തോറ്റത്. അതിന്റെ ഒരു സങ്കടവും ദുഃഖവും തീർച്ചയായിട്ടും രാജീവിനുണ്ടാകും. കാരണം രാജീവ് ജയിക്കുന്ന ഭയങ്കര അധികം പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. ജയിച്ചാൽ പ്രതിപക്ഷ നേതാവാകുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു. LDF വരികയും UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വപ്നം കണ്ടിരുന്നയാളാണ് രാജീവ്. ഒരു എറണാകുളം ജില്ലയിൽ ഒരു MLA എന്ന് പറയുമ്പോൾ CPM കിട്ടാൻ സാധ്യതയില്ല. ഒരു MLA പോലും കിട്ടാൻ അവിടെ എനിക്കിപ്പോൾ ഇത് ചോദിക്കുമ്പോഴേ, ഇത് ഏറ്റെടുത്ത് നടന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് ഭയങ്കര എന്തോ വലിയ ഉദാർത്ഥമായ മുദ്രാവാക്യമാണ് പറഞ്ഞിട്ട് തലയിലും നെഞ്ചിലൊക്കെ ഏറ്റെടുത്ത് നടന്ന ചില ആൾക്കാർ ഷർട്ടിലൊക്കെ വരികളാക്കിയിട്ടുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട്. അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കളിയാക്കുകയാണ് രാജീവ്. അവരെ ഞങ്ങൾ പറ്റിച്ചിരിക്കുന്നു എന്ന് രാജീവ് ഇപ്പം പറയാതെ പറയുകയാണ്. അല്ല, അവര് ചെഗുവേരയുടെ പടം മാറ്റിയിട്ട് പലരും പിണറായി വിജയന്റെ പടം ആക്കാൻ ആഗ്രഹിച്ചിരുന്നു. ചെഗുവേരയുടെ പടമാണ് അവരുടെ ജേഴ്സി നേരത്തെ ഉണ്ടായിരുന്നത്. ആ പടം മാറ്റി ഇത്തവണ ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ പടം അവർ വെച്ചേനെ ഉറപ്പായിട്ടും. ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ള അവശേഷിക്കുന്ന ഏക നേതാവായിട്ട് മാറിയേനെ ജയിച്ചിരുന്നെങ്കിൽ. ആ സ്വപ്നമാണ് തകർന്നത്. പിണറായി ജയിക്കുമായിരുന്നെങ്കിൽ സാഹചര്യം ആലോചിച്ച് നോക്കി, 3ാം ടൈം കിട്ടുമായിരുന്നെങ്കിൽ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലുള്ള നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിന് കേരളത്തിൽ അതെ ജനാധിപത്യ സ്വഭാവം ഉള്ളത് എന്ന് പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇതൊരു മതപാർട്ടിയാണെന്നാണ് പൊതുവെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. മാക്സിമം ഒരു ഉത്തരകൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഒരു മതത്തിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ, അതേ മൈൻഡ് സെറ്റ് പേരുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പഠനത്തെക്കാൾ വിശ്വാസം, എന്തിലെങ്കിലുള്ള വിശ്വാസമാണ്. പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെടലല്ല പ്രശ്നം, വിശ്വാസമാണ് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. ഞങ്ങൾ പറഞ്ഞത് ശരി, അല്ലെ ഹൈക്കമാൻഡ് അല്ല സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത് ശരി. കേന്ദ്രീകൃത ജനാധിപത്യം എന്നാണ് പറയുന്നവർ. അങ്ങനെ അത് തന്നെ കോൺട്രഡിക്ഷനാണ്. കേന്ദ്രീകൃത ജനാധിപത്യം, ആ ജനാധിപത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോളോ ചെയ്യുന്നത്. CPM CPI രണ്ടു കൂട്ടരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജനാധിപത്യം നമ്മൾ സ്വപ്നം കാണണ്ട. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും അതല്ലാതെ മാർഗവുമില്ല. ജനാധിപത്യത്തിൻ്റെ പുറകെ പോകണം. ഇപ്പം മുസ്ലിംസിൽ ഒത്തിരി പേര് മതേതരത്വം എന്നുള്ള വാക്ക് ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളുണ്ട്. മതേതരത്വം എന്ന വാക്ക് ഇഷ്ടപ്പെടാത്ത മുസ്ലിം ഒത്തിരി ഉണ്ട്. കാരണം അവർ ഒരു മതത്തെ അംഗീകരിക്കുന്നുള്ളൂ, പിന്നെ മതേതരത്വത്തിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ അവിടെ ഇന്ത്യയിലായതുകൊണ്ട് പറയണം, അതനുസരിക്കണം, മറ്റു മതങ്ങളെ അംഗീകരിക്കണം. മറ്റു വഴിയില്ല ഇന്ത്യയിലായതുകൊണ്ട്. സൗദി അറേബ്യ ചെന്ന് വേറൊരു മതം പ്രചരിപ്പിക്കാൻ പറ്റുമോ? രാമായണോ ബൈബിളിൽ എടുത്ത് വെച്ച് പണ്ടൊക്കെ സൗദി ഇപ്പം ഒത്തിരി മാറുന്നുണ്ട്. സൗദി അറേബ്യ പോകുമ്പോൾ സ്ത്രീകൾ കുരിശുള്ള മാലയെടുത്ത് അകത്തിടുമായിരുന്നു. പണ്ട് ഒരു കാലത്ത് മറ്റേത് മതത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ബുർഖയൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. മുഖം കാണിക്കാൻ പാടില്ല, ശരീരം കാണിക്കാൻ പാടില്ല.
ദൈവനിന്ദയാണ്. അപ്പം ആ കാഴ്ചപ്പാടിൽ നിന്ന് അവർ പുറകോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ചില എലിമെൻറ്റ്സ് അതിനെ ആ രീതി കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അവർ അത്തരം ആൾക്കാരെല്ലാം രാജീവിൻ്റെ ഈ കമൻറ്റ് ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ ദൈവം അല്ലാതെ ആരുണ്ടെന്നുള്ള തെറ്റായിപ്പോയി, പിണറായി വിജയൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് അള്ളാഹുവിന് പകരം ഞാൻ, ശ്രീകൃഷ്ണന് പകരം ഞാൻ, പരമശിവന് പകരം ഞാൻ, രാമന് പകരം ഞാൻ, യേശുവിന് പകരം ഞാൻ എന്നുള്ള ആ പ്രചരണം ഈയുടെ പടം കൂടെ വെച്ചില്ലേ? മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പടം മാത്രമല്ല വേറൊരാളുടെ പടവും ഉണ്ടായിരുന്നില്ല. അതാണല്ലോ അപകടം. അല്ല, അയാളെ മാത്രമേ ഉള്ളൂ. ഒറ്റ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് ശ്രീനിവാസൻ മറ്റേ ഉദയനാണ് താരത്തിൽ പറയുന്നത് പോലെ മറ്റേ പോസ്റ്ററിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അതായിരുന്നു മൊത്തം. പിണറായി വിജയൻ അങ്ങനെ തന്നെ. ഒരുപക്ഷെ ശ്രീനിവാസൻ ഈ ഇതൊക്കെ എഴുതി കൊടുത്ത വല്ലവരും തന്നെയായിരിക്കും പിണറായി വിജയൻ ഇത് ഉണ്ടാക്കി കൊടുത്തത്, PR വർക്ക് ചെയ്തത്. പക്ഷെ ഇന്നും മനസ്സിലാകുന്നില്ല, മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ PR വർക്ക് പോരാ. പൊതുരംഗത്തുള്ളവർക്ക് ഇപ്പോൾ സോപ്പിൻ്റെ പരസ്യമാണ് പിണറായി വിജയനെ കൊണ്ടുനടന്നാൽ, അല്ലെ ഈ നല്ല പോത്തിറച്ചി, ഒരു പോത്തിറച്ചി കശാപ്പുശാലയുടെ പരസ്യത്തിന് പിണറായി വിജയനെ കൊണ്ടുനടന്നാൽ ചിലവാകും. കാരണം കൊലപാതകത്തെയും അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച ആളാണ് പിണറായി വിജയൻ. TP ചന്ദ്രശേഖരൻ മരിക്കുമ്പോഴും മറ്റുള്ളവർ മരിക്കുമ്പോഴും PP ദിവ്യ നവീൻ ബാബു മരിക്കുമ്പോഴൊക്കെ അതിനെ വളരെ ലാഘവത്തോടെ പുച്ഛിച്ച് കണ്ട ആളാണ്. ആ പടത്തിന് ചേരും, അത്തരം ഒരു പടത്തിന് ചേരാം. പക്ഷേ ആ പിണറായി വിജയൻ ഇന്ന് രാജീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ രാജീവിനെതിരായിട്ട് എന്തെങ്കിലും പ്രതികരണം വരുന്നു നോക്കി. രാജീവിൻ്റെ മാതൃഭൂമി വീക്കിലല്ലേ വന്നത്. ഇപ്പം BJPയുടെ കുറേയധികം ഇപ്പോൾ പല പാർട്ടികളും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അവരുടേതായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ടാഗ് ലൈൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ BJPയുടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ് കി ബാർ മോദി സർക്കാർ അതൊരു ഘട്ടത്തിൽ ഉപയോഗിച്ചു. ഇത്തവണ മോദി ഗവൺമെൻറ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത്തവണ മോഡിയേ ഉള്ളൂ. അച്ഛേ ദിൻ ആനേ വാലേ ഹേ, നല്ല ദിവസങ്ങൾ വരികയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, അത് ഏറ്റവും ഒടുവിലുള്ളത്. ടുഗദർ വിത്ത് ഓൾ, ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ. ചൗക്കീദാർ, ഞാനൊരു കാവൽക്കാരനാണ് എന്നുള്ളതാണ്. അപ്പോൾ BJP ഒക്കെ ഈ എന്താണ് തെരഞ്ഞെടുപ്പിൽ അവർ ടാഗ് ലൈനൊക്കെ ചൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ചേർന്ന്, അതല്ലാതെ അതിലൊരു അഹങ്കാരം തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളൊക്കെ. ചൗക്കീദാറിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ നിങ്ങളുടെ സേവകനാണ്, കാവൽക്കാരനാണ് എന്നുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ല. ഇപ്പൊ രാമചന്ദ്ര ഗുഹ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇപ്പം പല ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്, പല മാധ്യമങ്ങൾക്ക് അഭിമുഖമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം നിരന്തരം പറഞ്ഞതാണ് ചൗക്കീദാർ ചോർ ഹേ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. രാമേന്ദ്ര ഗുഹ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ചരിത്രകാരനാണ്, ഹിസ്റ്റോറിയനാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പദപ്രയോഗങ്ങളും അങ്ങനത്തെ ബഹുമാന വചനങ്ങളൊന്നുമില്ല. പപ്പുമോൻ വിളിച്ച് പാർലമെന്റിൽ ബഹളം വെച്ചിരുന്നേരം രാഹുൽ ഗാന്ധിയെ പറ്റി. പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ. ലോകത്തെ വിദേശത്തു നിന്ന് ട്രംപ് വന്നാലും പുടിൻ വന്നാലും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത് സ്പീക്കറും പ്രധാനമന്ത്രിയും കഴിഞ്ഞാൽ രണ്ടാമത് പരിചയപ്പെടുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും. ആ പപ്പുമോൻ വിളിച്ച് കളിയാക്കൊണ്ടിരുന്നേരം ഇത് ഈ അപകർഷതാബോധമുള്ള നേതാക്കന്മാരും പാർട്ടി. ഈ രാമേന്ദ്ര ഗുഹ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമേന്ദ്ര ഗുഹ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗവൺമെന്റിന്റെ പോളിസി എതിർക്കൂ, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചൂണ്ടിക്കാണിക്കൂ, അല്ലാതെ വ്യക്തി കേന്ദ്രീകൃതമായി മാത്രം ചൗക്കീദാർ ചോർ ഹേ എന്നും ആക്ഷേപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചടി ഉണ്ടാക്കുക. അത് രാമേന്ദ്ര ഗോയ്ക്ക് ഞാൻ പറയും, രാമേന്ദ്ര ഗോയ്ക്ക് അത് രാഹുൽ ഗാന്ധി ഇല്ലാത്തതുകൊണ്ടാന്ന് പറയും. കാരണം രാഹുൽ ഗാന്ധി അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി തിരിച്ചറിയണ്ട, അത് രാമേന്ദ്ര ഗോയ്ക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ബോഫേഴ്സ് കേസ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് എതിരായിട്ട് ഒന്നുണ്ടായി, അഴിമതി കേസ്. അവിടെ ബോഫേഴ്സിന്റെ തോക്കും രാജീവ് ഗാന്ധിയെ വെച്ചുള്ള പോസ്റ്ററായിരുന്നു ഇറക്കിയത്. അതിന് ഇന്ദിരാഗാന്ധിക്ക് ഭാരത യക്ഷി ചാർത്തി കൊടുത്ത പേരാ. അപ്പോൾ അതൊന്നും വിളിക്കുന്നുണ്ടെന്ന് ജനം വോട്ട് നേതാക്കന്മാരുടെ പ്രവൃത്തി നോക്കി ജനം വോട്ട് ചെയ്യും. ജനം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ വില കൂടി, നാളെയും കൂടി ഒരു പരിധി കഴിയുമ്പോൾ സഹിക്കാൻ മേലാത്ത രീതിയിലേക്ക് വരുമ്പോൾ മോഡിയോട് പറയും പോടാ പുല്ല് എന്ന് പറയും. ഞാൻ ഉദാഹരണം പറയുന്നത്. അദാനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ലാഭം ഉണ്ടായെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയണ്ട, എൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി. അത് ബേസിക്കലി മനുഷ്യർ സ്വാർത്ഥരാണ്. തൊഴിൽ കിട്ടാത്ത ചെറുപ്പക്കാർ, പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്ന 2-3 പ്രാവശ്യം ഒരേ പരീക്ഷ എഴുതേണ്ടി വരുന്നവർ, ഇവരുടെയൊക്കെ പ്രതികരണം പതുക്കെ വരും. പിണറായി വിജയൻ അനുഭവിച്ച പോലെ കുറേശ്ശെ ജനങ്ങളിൽ അതൃപ്തി നീറിപ്പോയത് നേതാക്കന്മാരെ കണ്ടുകൊണ്ടല്ല, രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ടോ മമതാ ബാനർജിയെ കണ്ടുകൊണ്ടോ സ്റ്റാലിനെ കണ്ടുകൊണ്ടോ അല്ല ജനങ്ങൾ മോഡിക്കെതിരായി ചിന്തിക്കാൻ പോകുന്നത്. അവൻ്റെ അനുഭവം കണ്ടുകൊണ്ടായിരിക്കും, അവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും.
അവിടെയാണ് മോഡി വിഷമിക്കാൻ പോകുന്നത്. പിണറായി വിജയൻ വിഷമിച്ചത് അവിടെ തന്നെയാണ്. ജനങ്ങളുടെ അനുഭവത്തിൻ്റെ മുമ്പിൽ ഒരു ന്യായീകരണം KR മീരയും സച്ചിദാനന്ദനും മൂന്നനും എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ പോലും ജനം വിശ്വസിക്കാതെ. ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ജനങ്ങൾ അങ്ങനെ ഇപ്പം LDF സർക്കാരിന്റെ 5 വർഷത്തെ കാലങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഭയങ്കരമായ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും മാത്രമല്ല ദുരിതത്തിലും അവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സാറ് നേരത്തെ രാമേന്ദ്ര പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, 10 വർഷത്തെ ഭരണത്തിന്റെ മടുപ്പ് കൃത്യമായിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ 5 വർഷക്കാലം കേരളത്തിൽ ജീവിച്ച ഒരാളാണ്. മടുപ്പ് ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, ഈ അവളുടെ പേരെന്ന ആര്യ രാജേന്ദ്രൻ യദുവിനെ പിരിച്ചുവിടുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ മുമ്പിൽ ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുന്ന നമ്മൾ ജൂലിന്ന് പറഞ്ഞു വിടുക. എന്തിനാ? ട്രാഫിക് റൂൾ ലംഘിച്ചു. അവൻ തെറ്റ് അവൻ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണെങ്കിൽ ഈ മന്ത്രിമാരുടെയൊക്കെ സ്പീഡ് എത്ര സ്പീഡിലാണ് പോകുന്ന വണ്ടികൾ, ഏതെല്ലാം രീതി കർണാടക കാറിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരെ ഈ ഒരു പാവം പിടിച്ച ഡ്രൈവറെ അതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ജനം കാണുക. അങ്ങനെ ഒത്തിരി സംഭവം, ഒന്നല്ല പല സംഭവങ്ങൾ. ഇതെല്ലാം അനുഭവിച്ച ജനം. വീണ ജോർജിൻ്റെ നമുക്കറിയാമല്ലോ എന്തെല്ലാം പ്രതികരണം ഉണ്ടായെന്ന്. കത്രിക കിടന്നാലും കുഴപ്പമില്ല, 10 വർഷം കിടന്നാലും കുഴപ്പമില്ല. മുരളീധരൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ മുരളിയുടെ പോയി അങ്ങനെ ഒരു വാചകം പറയുന്നുണ്ടോ? ഡോക്ടർമാർ ഇത് ശരിയാ തെറ്റാണ് അല്ല എന്ന് പറയുന്നുണ്ടോ? അല്ല, അവരെ ന്യായീകരിക്കല്ല ചെയ്യുന്നത്. ആ തെറ്റുകളെ കണ്ടെത്താനും തിരുത്താനും നോക്കുന്നത്. പക്ഷെ വീണ ജോർജ് അങ്ങനെയല്ല നോക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ ഭൗതികമായ കാര്യം മാത്രമല്ല, റേഷൻ മുടങ്ങാതെ കിട്ടിയെന്ന് മാത്രമല്ല, കറണ്ട് പോർക്കട്ട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മാനസികമായി ഇപ്പോൾ താങ്കൾ ചെല്ലുമ്പോൾ ഒരു സദ്യക്ക് ചെല്ലുന്നു, എല്ലാവരും ഇരിക്കുന്നു, താങ്കളെ മാത്രമായിട്ട് നിങ്ങളെ ഉണ്ണാൻ വരണം, ഇപ്പം നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞാൽ ആ സദ്യയുടെ മുമ്പിൽ നെയ്പ്പിച്ചിടുന്ന. ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞ കാര്യത്തിനോടാണ് ഞാൻ യോജിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാരിന് പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് വീണ്ടും തുടർഭരണമായി അധികാരത്തിലെത്തിയപ്പോൾ നല്ലൊരു ടീം ഉണ്ടായിരുന്നില്ല. കുറേയധികം നല്ല ആളുകളെയൊക്കെ പുറത്താക്കി. ഈ ടീം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് പരാജയം നേരിട്ടത് എന്നുള്ളതാണ് VD സതീശൻ പോലും പറഞ്ഞ കാര്യം. ഏത് ജയിച്ചതിന് ശേഷം, ഒരു ഭാഗം UDF ജയിച്ചതിന് ശേഷം. അപ്പം താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ പല മന്ത്രിമാരുടെയും അല്ലെങ്കിൽ പല മേയർമാരുടെയും ഒക്കെ ധാർഷ്ട്യം, പ്രവർത്തന രീതി, അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാഡ് ഇംപ്രഷൻ. അതേപോലെ തന്നെ പിണറായിയുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് തുടങ്ങിയ അങ്ങനെയുള്ള കുറെ കാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു തോൽവിയുടെ പല അല്ല ഒരു 70% ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അടിസ്ഥാന വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പൊ ആശാ വർക്കർമാരുടെ ഒരു വലിയ വിഷയം, അത് അടിസ്ഥാന പ്രശ്നമല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനത്തെ ധാരാളം വിഷയങ്ങളുണ്ട്, ഒരെണ്ണമല്ല, പലതിന്റെ കോമ്പിനേഷനാണ്. അതെന്തുകൊണ്ടാണ് ആശാ വർക്കർമാർക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്? എന്താ? അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അതിന്റെ പുറകില് ആ സമരം നയിക്കുന്നത്. SUCI ആണ്. അതിനെ കോൺഗ്രസ് ബാക്ക് ചെയ്യുന്നു. അവരും പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇവരുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മുമ്പിൽ കീഴ്പ്പെട്ടു പോകും എന്നൊരു ഈഗോ തമ്മിലുള്ള പിണറായി വിജയൻ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് സമ്മതിക്കാതെ അതിന് അത്ര ഈഗോയ്ക്കാണ് നമ്മൾ പറയുന്ന വാക്ക് അഹങ്കാരം, ധാർഷ്ട്യം എന്ന് പറയുന്നത്. ആ ഈഗോ ആണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം പോലും ആ പോസ്റ്ററിൽ എത്തിച്ചത് അത് തന്നെയാണ്. അവിടെയാണ് സത്യം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, തിരിച്ചു വരേണ്ട മാർഗം തൽക്കാലം ഇതുകൊണ്ടാണ്. എങ്കിൽ പോലും ആദ്യ SFI, DYFI തുടങ്ങിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ട് അടുത്ത പ്രാവശ്യം ഏരിയ സെക്രട്ടറി എങ്കിലും ആയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തില്ല എന്ന് പാർട്ടി തീരുമാനിക്കണം. അങ്ങനെ ആ രീതിയിലൊരു ടോട്ടലായിട്ടുള്ളൊരു കറക്ഷന് പാർട്ടി തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ സാധനം കാണില്ല. എന്തായാലും അവസാനം നിർത്തുമ്പോൾ ഇതാണ് പറയാനുള്ളത്. അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവുമുള്ള അത് ഉൾക്കൊള്ളുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ചരിത്രത്തിൽ നിലം പൊത്തിയിട്ടുണ്ട് എന്നത്. ദൈവഭാവം കൈവരിക്കുന്ന, ദൈവത്തെ പോലെ ഭാവിക്കുന്നവർ, അതായിരിക്കും അവരെല്ലാം ചരിത്രത്തിൽ എങ്ങും ഒന്നും അല്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? മുസോളിനെ കുറിച്ച്, ചാലിനെ കുറിച്ച് പറയുന്നുണ്ടോ? ലെനിനെ കുറിച്ച് പറയുന്നുണ്ടോ? പണ്ടൊക്കെ ഇവിടെ സോവിയറ്റ് ലാൻഡ് എന്നൊക്കെ നമ്മുടെ പത്രവും മാസികയൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഉണ്ടോല്ലോ? നിങ്ങളുടെ ഒന്നും കാലത്ത് കാണും, ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ട് റഷ്യ എന്നുള്ള മാസികകൾ, സോവിയറ്റ് ലാൻഡ്, കിംബിൽ സിംഗിൻ്റെ പരസ്യം കാണാറുണ്ട്. ഇപ്പോൾ ഉത്തര കൊറിയൻ പ്രധാനമന്ത്രിയുടെ ഇതൊന്നും നമ്മുടെ പത്രത്തിലൊന്നും വരുന്നില്ലല്ലോ. അത് തന്നെ സ്ഥിതി. നാളെ പിണറായി വിജയൻ ചവച്ചോട്ടയിൽ ഇപ്പം തന്നെ വീണ് കഴിഞ്ഞു. അവിടെ നിന്ന് ആരെങ്കിലും കൈപ്പിടിച്ച് ഏൽപ്പിക്കുമെന്ന് അറിയത്തില്ല. അവർ നേപ്പിക്കണമെങ്കിൽ ED മാത്രമേ ഉള്ളൂ.